മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീർ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രാവിലെ ഓരോ മണ്ഡലത്തിലെയും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ചെറിയ യോഗങ്ങൾ, വൈകുന്നേരം കൺവെൻഷനും പിന്നെ റോഡ് ഷോയും, അത്തരത്തിലാണ് ഈ ഷെഡ്യൂൾ ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് കൊണ്ടോട്ടി മണ്ഡലത്തിലാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ബഷീർ സാഹിബ്, എങ്ങനെയുണ്ട് പ്രചരണത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ? നല്ല ആവേശമാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആ നിമിഷം തൊട്ട് ഫീൽഡിലാണ്. ആളുകൾ വളരെ നന്നായിട്ട് പ്രതികരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ UDFൻ്റെ ഒരു ഉരുക്ക് കോട്ടയാണിത്. പിന്നെ ഞാൻ ഈ നാട്ടുകാരനാണ്. എനിക്കും നാട്ടുകാർക്കെല്ലാം ഇവിടെ തന്നെ വോട്ട് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാകുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും നാടാടിയാണ്. അത് എൻ്റെ അരനൂറ്റാണ്ടിലധികമുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ സായുജ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നത്. എൻ്റെ ഈ ചുറ്റും നിൽക്കുന്നവരൊക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ട്, ഈ ഭാഗത്തെ ആളുകളൊക്കെ അറിയാം, UDFൻ്റെ വളരെ മെച്ചപ്പെട്ട പ്രവർത്തകന്മാരാണ്. ഫീൽഡും വളരെ സജീവമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വോട്ടർമാരോട് പങ്കുവെക്കുന്നത്? വോട്ടർമാരോട് പങ്കുവെക്കുന്നത് നമുക്കറിയാം. കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മതേതര ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിന് അറുതി വരുത്തേണ്ടതിനാവശ്യം. അത് ചെറിയ വിജയം പോരാ, വലിയ വിജയം ചെയ്തുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ള ആവേശമാണ് ആളുകളുള്ളത്. അത് തന്നെ ഉത്തേജിപ്പിക്കാനാണ് ഞങ്ങൾ കാര്യമായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയെ പറ്റിയൊക്കെയുള്ളത്, അതൊക്കെ അവർ പറയട്ടെ. ഏതായാലും നല്ലത് തന്നെ, എല്ലാ അന്തരീക്ഷവും വളരെ സജീവമാണ്. ഈ മറുവശത്ത് ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വസീഫാണ് CPMൻ്റെ, അതെ, സലാമാണ് UNBC ആണ്. എങ്ങനെയാണ് ഈ എതിർ സ്ഥാനാർത്ഥികളെ കാണുന്നത്? സ്ഥാനാർത്ഥികളെ പ്രശ്നമില്ലെന്നേ, ഇത് ഐഡിയോളജിയാണ്. UDF ഉയർത്തിപ്പിടിക്കുന്ന ചില സംഗതികളുണ്ട്, ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം. അപ്പോൾ ആ സമീപനത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരം എന്നല്ലാതെ വ്യക്തി A ആവട്ടെ B ആവട്ടെ നമുക്ക് പ്രശ്നമുള്ള കാര്യം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിവിടെ മത്സരിക്കുന്ന നാട്ടുകാരനാണ് എന്നുള്ളൊരു സന്തോഷം അവർക്കുണ്ട്. അത് വേറെ കാര്യം. അല്ലെങ്കിൽ തന്നെ ഐഡിയോളജിയുടെ ഒരു ഫൈറ്റാണ്. നരേന്ദ്രമോദി വീണ്ടും തിരിച്ചു വരരുത് മാത്രമല്ല, ഇവിടെ നിന്നുണ്ടാകുന്ന വിധിയെടുത്ത് അത് വലിയ തോതിൽ അവർക്ക് ആഘാതമുണ്ടാക്കുന്ന വിധിയെടുത്താണ്. ആ ലക്ഷ്യമാണ്. അത് സിമ്പിളായിട്ടൊരു സംഗതിയാണ്. സമീപകാലത്തുള്ള സംഭവങ്ങളൊക്കെ, ഇപ്പോൾ പൂക്കോട് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവം അടക്കമുള്ള, അതെല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു കരുതുന്നുണ്ടോ? എങ്ങനെ പ്രതിഫലിക്കാതിരിക്കുക? ഞാൻ ഈ തിരക്കിനിടെ അവിടെ പോയിരുന്നു. ഞാൻ വയനാട്ടിൽ പോയി. ഈ കുട്ടീനെ അവർ ആദ്യം ആക്രമിച്ച ആ കുട്ടി പോയി ഒളിച്ച് പിന്നെയും വിളിച്ചുകൊണ്ടുവന്ന് ആ ഗ്രൗണ്ടിലിട്ട അവിടെയൊക്കെ പോയി. ഞാൻ നമ്മളെ MLA ഉണ്ട് അവിടെ. MLA വളരെ ആക്റ്റീവായിട്ട് അവിടെ തന്നെ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടുത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ആ കുട്ടീനെ കൊന്ന സംഗതി, അത് വയനാട്ടിൽ മാത്രം അതിൻ്റെ ഒരു സങ്കടം എല്ലാ നല്ല മനുഷ്യരിലും ഉണ്ട്. അതിൻ്റെ ഒരു ആഘാതം ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ആ കുട്ടിയെ കൊന്നത്. അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ കുട്ടി ഒരു സൈഡിൽ അങ്ങോട്ട് ഓടി, അവിടെ അതിൻ്റെ മുകളിലാണ് ആ കുട്ടി താമസിക്കുന്നത്. അവിടെ പോയി വീണ്ടും പിടിച്ചോണ്ട് വന്ന് നിലത്തിട്ടു. അവിടുന്ന് ക്രൂരമായി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൽ കേട്ടിട്ടില്ലാത്ത വിധത്തിലാണ് കുട്ടിയെ കൊന്നത്. അതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ഒരുപാട് ദിവസങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഇള്ള ദിവസങ്ങളിലൊക്കെ പ്രഖ്യാപനം വന്നിട്ടില്ലല്ലോ, ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിക്കില്ല. ഇല്ലല്ല, ഏതായാലും ഫുൾ ടൈം വർക്ക് ചെയ്യണം. കാരണം എന്താ അറിയോ, നല്ല വലിയ മണ്ഡലമാണ്. എൻ്റെ നാടാന്ന് വിചാരിച്ച് സ്ലോ ആയിട്ട് പോകുന്നില്ല, വളരെ ഫാസ്റ്റാണ്. എന്നാലും ഉള്ള സമയം പരമാവധി ഒരു പ്രചരണത്തിന് ലഭിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരായ നിലപാടുകൾ മാത്രമല്ല, സമകാലീന രാഷ്ട്രീയത്തിലെ ഓരോ സംഭവവികാസങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് E.T. മുഹമ്മദ് ബഷീർ പറയുന്നത്. കൊണ്ടോടിയിൽ നിന്നും CBN ന്യൂസ് 18.